ആനപ്രേമികൾക്ക് ആന വേണം, ഉത്സവപ്രേമികൾക്ക് ആന വേണം, അതുപോലെ കുട്ടികൾക്ക് ആന വേണം, അവർക്ക് ആനയെ ഇഷ്ടമാണ്. പരിസ്ഥിതി പ്രേമികൾക്ക് ആന വേണം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആന വേണം. അങ്ങനെ ആനയെ വേണ്ട ഒരു തുക ആൾക്കാരുണ്ട്. ആനപ്രേമികൾ ഇവർക്കെല്ലാം വേണ്ടി ആനകളുടെ ക്ഷേമവും സംരക്ഷണവും ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ആനയെ ചുറ്റിപ്പറ്റി കേരളത്തിൽ വാർത്തകൾ വന്നിരുന്നു. ആതിരപ്പള്ളി മേഖലയിലോ മറ്റോ വെറ്റിലപ്പാറ മേഖലകളിൽ ഒരു ആനയ്ക്ക് മുറിവേറ്റു തലയിൽ. അപ്പോൾ അതിനെ ചികിത്സിക്കണം. പിന്നെ അതിന് ചികിത്സിക്കുന്നതിനുള്ള തീരുമാനം എടുക്കാൻ താമസിച്ചു. പിന്നെ അതിനെ മയക്കുവെടിയൊക്കെ വെച്ച് ചികിത്സയ്ക്കുള്ള കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ചികിത്സയൊക്കെ കൊടുത്തെങ്കിലും അത് രക്ഷപ്പെട്ടില്ല. അത് നമ്മളുടെ ശുഷ്കാന്തി കുറവാണ് എന്നാണ് ആനപ്രേമികളുടെ ഒരു വാദം. പക്ഷേ ആനയെപ്പറ്റി അറിയാവുന്ന ഈ ആനകൾക്ക് വേണ്ടി ആനകളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള വകുപ്പും ആൾക്കാരുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ള കാര്യവും ആൾക്കാർ പറയുന്നുണ്ട്. ഈ ആനകൾ ഈ വളരെ കഷ്ടപ്പെടുത്തുന്ന കുറേ ആൾക്കാരുമുണ്ട്. ആനപ്രേമികൾ ഒരു വശത്ത്, അപ്പോൾ ആനപ്രേമികളെ ചീത്ത വിളിക്കുന്ന ആൾക്കാരും കുറേയധികമുണ്ട്. ഞങ്ങളുടെ കൃഷി നശിപ്പിക്കുന്നു, ഞങ്ങൾ വനത്തിൽ കൂടെയുള്ള റോഡേ പോകുമ്പോഴത്തേനും ആന ഞങ്ങളെ ആക്രമിക്കുന്നു, നമ്മുടെ വേലി നശിപ്പിക്കുന്നു, ഞങ്ങൾക്ക് പേടി കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വനത്തിൻ്റെ അതിർത്തികളിൽ താമസിക്കുന്ന കൃഷിക്കാരും വനത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് കുറേ മാറി താമസിക്കുന്ന ആൾക്കാരും വനത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവരുമൊക്കെ അങ്ങനെ ഒരു പറ്റം ആൾക്കാരുമുണ്ട്. അപ്പോൾ ആനപ്രേമികൾ ഉള്ളതുപോലെ തന്നെ ആനകളെ ശത്രുവായിട്ട് കാണുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത് അടുത്ത കാലത്ത് കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ ആനയെ കൊണ്ട് നമുക്ക് മനുഷ്യന് എന്തെങ്കിലും ഉപകാരമാണോ ഉള്ളത് അതോ ഉപദ്രവമാണോ ഉള്ളതെന്നുള്ളത് പഠനങ്ങൾ എന്താണ് പറയുന്നത്? പഠനങ്ങൾ പറയുന്നത് ആനകളെ കൊണ്ട് മനുഷ്യന് ഉപകാരം മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആനകൾ വനത്തിലെ വിത്തുകൾ, ഈ ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ വിത്തുകൾ വളരെ ദൂരെ ഈ വ്യാപനം നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു മൃഗമാണ്. അപ്പോൾ ആന വളരെയധികം കുറേയധികം ദൂരം സഞ്ചരിക്കുന്ന ഒരു മൃഗമായതുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് കുറേ ഏരിയയിൽ ഈ ചെടികളുടെ വിത്തുകൾ, മരങ്ങളുടെ വിത്തുകൾ ഒക്കെ ഇത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അത് അങ്ങനെ വനത്തിൻ്റെ ഒരു മരങ്ങളുടെയും ചെടികളുടെയും വൈവിധ്യം, അതായത് നല്ല നിബിഡ വനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആന അത്യാവശ്യമാണ്. ആനയില്ലെങ്കിൽ വനം ശുഷ്കമാകും, വനത്തിലെ പല സ്പീഷീസ് ഉണ്ടാവില്ല. അങ്ങനെ കൂടുതൽ മരങ്ങൾ നിബിഡമായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ നല്ലതാണെന്നൊക്കെയുള്ള മറ്റ് പഠനങ്ങളൊക്കെ, അതായത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി അപ്പോൾ തീർച്ചയായിട്ടും വനം സംരക്ഷിക്കപ്പെടുന്നതിന് ആന ഉണ്ടായേ തീരൂ. ആനയില്ലെങ്കിൽ വനം വളരെ പരിതാപകരമായ അവസ്ഥയിലാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആന പല കൺസർവേഷൻ്റെയും ഒരു ഫോക്കസ് ആനിമലാണ്. അതായത് ആനയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടപടിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മറ്റ് പല വന്യജീവികളും സംരക്ഷിക്കപ്പെടും. അതായത് നമ്മൾ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും എന്ന് പറഞ്ഞാൽ ഈ ആനയെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നടപടിയെടുത്തു കഴിഞ്ഞാൽ മറ്റ് മനുഷ്യന് ആവശ്യമുള്ള, മനുഷ്യന് കുറേയധികം ഉപകാരങ്ങൾ തരുന്ന മറ്റ് ജീവികൾ, അത് പല വിധത്തിലുള്ള ഉപകാരങ്ങളാണ്. അത് ഈ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രം ഈ വന്യജീവി ഉപദ്രവകാരിയാണെന്ന് പറയുന്നവരും കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയാം ഈ മൃഗങ്ങൾ, പലവിധ മൃഗങ്ങൾ നമുക്ക് പല വിധത്തിലുള്ള ഉപകാരങ്ങളുണ്ട് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ടൂറിസം എന്ന് പറയുന്നതിന് ആന ഒഴിച്ചുകൂടാത്ത ഒരു ഘടകമായി പല രാജ്യങ്ങളിലുമുണ്ട്. നമ്മൾ കേരളത്തിൽ ഈ ഉത്സവത്തിന് ആന വേണം, ആനയില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വരെയൊക്കെ പോകുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. അതേസമയം ആനപ്രേമികൾ ആനകളെ ഉപദ്രവിക്കാതെ സംരക്ഷണത്തോടു കൂടി ഇത്ര അകലത്തിലൊക്കെ എന്നുള്ള അങ്ങനെ കാര്യങ്ങളുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ആനയില്ലെങ്കിലത്തെ അവസ്ഥ നോക്കുക. അതൊരു അമ്പലത്തിൻ്റെ ഉത്സവമാണെങ്കിൽ അതൊരു ടൂറിസ്റ്റ് കാര്യം കൂടെയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ നഗരത്തിൽ അവിടെ ആംബർ ഫോർട്ടിൽ ഒരു 150-ലധികം ആനകൾ അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാരണം അവിടെ താഴെ നിന്ന് ഫോർട്ടിൻ്റെ മുകളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് കയറിപ്പോകാൻ വേണ്ടി ഉണ്ട്. അവിടെ ആനയുടെ വില്ലേജുണ്ട്. ഈ അവിടുത്തെ ആനകളൊക്കെ പിടിയാനകളാണ്.
കാരണം പിടിയാനകൾ ഞാൻ അന്വേഷിച്ച് എന്തായി പിടിയാനകൾ മാത്രം, അപ്പോൾ അത് ഉപദ്രവമൊന്നും ഉണ്ടാക്കത്തില്ല, വളരെ ശാന്തമാണ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പേടിയാവില്ലേ, അതുകൊണ്ടാണ് ഈ പിടിയാനകളെ മാത്രം ഇപ്പോൾ ടൂറിസ്റ്റ് വില്ലേജ് അല്ല ഈ ആന വില്ലേജൊക്കെ ഉണ്ടാക്കി അവിടെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ആനകളെ നമ്മുടെ രാജസ്ഥാനിൽ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിന് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ടൂറിസത്തിൻ്റെ ഒരു പ്രധാന കാര്യം ഈ ആനകളാണ്. അവിടുത്തെ ഒരു 18ഓളം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ടൂറിസം ഈ ആനയെ ബന്ധപ്പെട്ട് തന്നെ ആയതുകൊണ്ട് അവർ തമ്മിലൊരു അലയൻസ് ഉണ്ട്. ഒരു പഠനം പറയുന്നത് ഒരു ആനയുടെ ശരാശരി ആയുർദൈർഘ്യത്തിൽ ഏകദേശം $1.64 മില്യൺ ടൂറിസത്തിൽ നിന്ന് ഒരു ടൂറിസം വാല്യൂ ആയിട്ട് കിട്ടുക ഒറ്റ ആനയിൽ നിന്ന് $1.64 മില്യൺ. അത് ആഫ്രിക്കയിലെ ഒരു പഠനത്തിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ആനയ്ക്ക് തീർച്ചയായിട്ടും സമ്പദ്ഘടനയിൽ വാല്യൂ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ഇതിൻ്റെ കൊമ്പും മോഷ്ടിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ കൊമ്പ് മോഷണം നിർത്തലാക്കി ആനയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും എത്രയോ മൂല്യങ്ങൾ കിട്ടുമെന്നുള്ളത് ആഫ്രിക്കയിൽ നിന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇപ്പോൾ ആനപ്രേമികളുള്ളതുകൊണ്ടും ഉത്സവപ്രേമികളുള്ളതുകൊണ്ടും പരിസ്ഥിതി പ്രേമികളുള്ളതുകൊണ്ടും ആനകളുടെ സംരക്ഷണത്തിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ഈ ആനകൾ സംരക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും മനുഷ്യന് ആവശ്യമാണ്. ആനയുണ്ടെങ്കിലേ കാട് നന്നായിട്ടുണ്ടാകുകയുള്ളൂ. ആനയുണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. ആനയുണ്ടെങ്കിലേ മറ്റ് വന്യമൃഗങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആനകളും മനുഷ്യരും തമ്മിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോഴത്തേക്കും ആനകളെ ഇവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടണം, ആന നമുക്ക് പ്രശ്നമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കൃഷി ഉണ്ടാവില്ല, മനുഷ്യരുണ്ടാവില്ല എന്നൊക്കെയുള്ള മുറവിളികൾ ആ സമയത്തുണ്ടാവും. പക്ഷേ ഒരു ആന മരിച്ചപ്പോഴത്തേക്കും ആ ആനയുടെ കൂടെ കൂടാനും ആന മരിക്കാൻ പാടില്ലായിരുന്നു, സംരക്ഷിക്കണം. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശുഷ്കാന്തി കാണിക്കുന്നില്ല. ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ റെസ്റ്റാണ്, അതായത് അവരെപ്പോഴും റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് ആനകളെ ഒന്നും ഇവർ നോക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വനത്തിൽ അത് ഈ വെള്ളമില്ലാത്തതുകൊണ്ടും വനത്തിൽ ഭക്ഷിക്കാൻ സാധനമില്ലാത്തതുകൊണ്ടും വനമില്ലാത്തതുകൊണ്ടും ഒക്കെ ആണെന്നുള്ളതുകൊണ്ട് അപ്പോൾ കൺസർവേഷനിലെ ഉദാസീനതയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആനകൾക്ക് ആവശ്യമായ സ്ഥലം ആവശ്യമുണ്ട്. നമ്മുടെ പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. പോപ്പുലേഷൻ കൂടി വരുമ്പോഴത്തേനും ആനകളുടെ എണ്ണം കുറയണോ കൂടണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യരുടെ പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്കും കേരളത്തിൽ തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഓരോ വർഷവും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അപ്പോൾ ആനയ്ക്ക് സ്ഥലം കുറയുകയും ആനകളുടെ എണ്ണം കുറയുകയാണ് വേണ്ടത്, അത് കൂടുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ജനസംഖ്യ മനുഷ്യരുടെ കൂടുന്നതനുസരിച്ച് ആനകളുടെ എണ്ണവും കൂടേണ്ടതുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ സാധാരണ സമൂഹത്തിൽ പറയാറുണ്ട്, ഒരു ക്ലാസ്സിലെ ഉള്ള ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ റേഷ്യോ ഉണ്ട്. ഇത്ര സ്റ്റുഡൻറ്റ് ഒരു ടീച്ചർ വേണം. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇത്ര പോപ്പുലേഷൻ ഒരു ഡോക്ടർ വേണം. അങ്ങനെ എല്ലാത്തിനും ഒരു അനുപാതമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മളുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, അതായത് വനത്തിൻ്റെ ഒരു ആരോഗ്യം, മറ്റേ എക്കണോമിയുടെ ആരോഗ്യം, ഇതെല്ലാം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മനുഷ്യർ കൂടുന്നതനുസരിച്ച് ആനകളും കൂടണം. പക്ഷേ ആനകളുടെ കൺസർവേഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് വകുപ്പ്, വന്യജീവി വകുപ്പ്, അതുപോലെ എല്ലാവരും റെസ്റ്റ് എടുക്കാതെ അതിൻ്റെ കൺസർവേഷന് വേണ്ടി കൂടുതൽ ഉത്സാഹത്തോട് പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മുടെ പോപ്പുലേഷൻ കൂടുമ്പോൾ. എൻ്റെ ഒരു അനുഭവം ഞാനിതിനെപ്പറ്റി പറയാം. ഞാനൊരു 35 വർഷം മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്ത് 2 പ്ലാവ് വെച്ചിരുന്നു. 2 പ്ലാവ്, അതുപോലെ ഏകദേശം 18ഓളം ഇനം മാവുകളും വെച്ചു. അപ്പോൾ ഈ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഈ പ്ലാവിൽ ചക്ക കായ്ച്ചു. അപ്പോൾ ഈ എൻ്റെ സ്ഥലത്തിൻ്റെ 2 അതിർത്തി റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ ആനകൾ വരും. അപ്പോൾ ഈ ചക്ക കായ്ക്കുമ്പോഴത്തേക്കും രാത്രി വന്ന് ആന ഈ ചക്ക ഇടും, എന്നിട്ട് ചക്ക കഴിക്കും, അത് പോവും. അത് ചക്ക കഴിഞ്ഞിട്ട് വീണ്ടും മാങ്ങ ഉണ്ടാകുമ്പോഴത്തേനും മാവിൻ്റെ ചുവട്ട് വരും. നമ്മൾ എണീക്കുന്നതിന് മുമ്പേ ആന വന്ന് ആനയുടെ കോട്ട കഴിച്ചിട്ട് ആന പോകും. അപ്പോൾ ഈ ആന കഴിച്ചിട്ട് ബാക്കിയുള്ള ചക്കയെ എനിക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ആന അവിടെ വന്ന് ഈ ചക്ക പറിക്കുന്നത് കൊണ്ട് എനിക്ക് ചക്ക കുറേ നഷ്ടമാകുന്നുണ്ട് എങ്കിൽ കൂടി എല്ലാ വർഷവും അതിൽ ചക്ക കായ്ക്കുന്ന കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. കാരണം എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ ആനയുടെ മുന്നിലത്തെ കാലെടുത്ത് ഈ പ്ലാവ് വെക്കും മുകളിൽ നിന്നുള്ള പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും അതിനൊരു ഇളക്കം തട്ടും. ഇളക്കം തട്ടുമ്പോഴത്തേനും അതിൻ്റെ വേരിനൊരു ഇളക്കം തട്ടും. അതിൻ്റെ ചുറ്റി കൂടെ പോകുമ്പോഴത്തേനും അതിൻ്റെ മണ്ണിന് ഇളക്കം തട്ടുന്നുണ്ട്. അതുപോലെ അവിടെ ആനപ്പിണ്ട് അവിടെ നോർമലി അവിടെ വീഴും. അപ്പോഴത്തേനും അതിന് വളമാകുന്നുണ്ട്. അപ്പോൾ
തീർച്ചയായിട്ടും ഈ ആന വരുന്നത് കൊണ്ട് ആ പ്ലാവിലെ ചക്കയുടെ ബലം കുറയുന്നില്ല, മാത്രമല്ല അത് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്രയും ചക്ക എല്ലാം കൂടെ എനിക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. കുറേ ആനയ്ക്കുള്ളത് ആനയ്ക്ക്, എനിക്കുള്ളത് എനിക്ക് എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട്. അതുപോലെ ഈ മാവിൻ്റെ കാര്യത്തിലും ആന കുറേ മാങ്ങ കഴിക്കും, പക്ഷേ ആനയ്ക്കുള്ളത് ആന കൊണ്ടുവന്നു, എനിക്കുള്ളത് എനിക്കും.